മറ്റു കാര്യങ്ങളൊന്നും അതിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കാനില്ല. അല്ല, വാരാന്ത പതിപ്പിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഉൾക്കൊള്ളണം, എന്തെല്ലാം ഉൾക്കൊള്ളണ്ട എന്നുള്ളത് ഇവിടെ പത്രക്കാരാൽ ഇരിക്കുന്നില്ലേ, അവരല്ലേ തീരുമാനിക്കുക. അതിൽ നിങ്ങളെന്തിനാ ഇടപെടുന്നത്? സാമാന്യ മര്യാദ അനുസരിച്ച് മറ്റു മാധ്യമങ്ങൾ അങ്ങനെ ഇടപെടാറില്ല. ഇപ്പൊ നിങ്ങൾ ഇടപെടുന്നത് ഒരു തിങ്കളാഴ്ച തുടങ്ങി ഒരാഴ്ച ഒരു ദിവസം മാറിപ്പോയിന്നല്ലേ ഉള്ളൂ. അതിനകത്ത് അല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, സാങ്കേതിക പ്രശ്നം കൊണ്ടാണെന്ന്. കൃത്യമായിട്ട് സ്വരാജ് തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള സ്വരാജ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇറങ്ങാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയായി പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ ദിവസം പറഞ്ഞു സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ്. ആ കാര്യങ്ങൾ പരിഹരിച്ചു, അവർ ഇറക്കുകയും ചെയ്തു. ആ ലേഖനല്ലല്ലോ തീരുമാനിക്കുന്നത് കൊടുക്കണോ കൊടുക്കണ്ടേന്നും. ഏതെങ്കിലും ഒരു ലേഖകനല്ലല്ലോ ദേശാഭിമാനി വാരിക അല്ലെങ്കിൽ സൺഡേ സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കണ്ടോ തീരുമാനിക്കുന്നത് ആ പത്രാധിപ സമിതിയല്ലേ. ആ ലേഖനമില്ല, ഒരു ലേഖനമില്ല. അങ്ങനെ ഒരു ലേഖനം വേണ്ടേ എന്നാലേ കൊടുക്കല്. ആര് പറയുന്നുണ്ടെന്ന്? ആരാ ഉണ്ടെന്ന് പറയുന്നത്? ആയിരിക്കാം പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്? ഏത് എഴുത്തുകാരനാണ് ഒരു ലേഖനം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്? അത് ദേശാഭിമാനി കൊടുത്താൽ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ തീരുമാനിക്കും ദേശാഭിമാനിയില്ലേ. അതാ ഞാൻ പറഞ്ഞത്, ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനി അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനെന്താ നിങ്ങളോട് പറയണ്ടായിരുന്നോ? അതൊക്കെ അവരോട് ചോദിക്കേണ്ടിയാണ്. ദേശാഭിമാനി എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്ന് ചോദിക്കാൻ നിങ്ങൾ മനോരമക്കാരന് എന്താ അവകാശം? നിങ്ങൾ എത്ര പ്രസിദ്ധീകരിക്കാതിരുന്നിട്ടുണ്ട്? എത്ര വാർത്ത പ്രസിദ്ധീകരിക്കാണ്ടിരുന്നിട്ടുണ്ട്? എത്ര ലേഖനം പ്രസിദ്ധീകരിക്കാതിരുന്നിട്ടുണ്ട്? ഇമാതിരിയുള്ള മനോരമ മാത്രമൊന്നുമല്ല, മനോരമ മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മനോരമ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ലേഖനം വാങ്ങിയിട്ട് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്ത എത്രയോ അനുഭവങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പ്രസിദ്ധീകരിക്കൂല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ മനോരമ പ്രസിദ്ധീകരിക്കില്ല, മാതൃഭൂമി പ്രസിദ്ധീകരിക്കില്ല, ആരും പ്രസിദ്ധീകരിക്കില്ല. യെസ്. കള്ളം വിജയൻ എന്ന് പറഞ്ഞ ആളെയൊന്നും സമീപിച്ചിട്ടൊന്നുമില്ല. ഇല്ല, മനോരമ അതിനല്ല. ഏതെങ്കിലും ഒരു അല്ല, അതുണ്ട് തള്ളിപ്പറയും. പിന്നെ ശരിയല്ലാത്ത നിലപാട് വന്നാൽ തള്ളിപ്പറയില്ലേ? ശരിയല്ലാത്ത നിലപാട് ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ദേശാഭിമാനിയാണ് CPIM-ന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ജിഹ്വ. അതില്ലാത്തൊരു ദിവസത്തെപ്പറ്റി ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. നിങ്ങളെല്ലാം മുമ്പിൽ എല്ലാ അർത്ഥത്തിലും പാർട്ടി വിരുദ്ധമായ, രാഷ്ട്രീയ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് വലതുപക്ഷ ആശയങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തിൽ ദേശാഭിമാനി പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഞങ്ങൾക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. ഒരു ഇടതുപക്ഷക്കാരനും ആലോചിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദേശാഭിമാനി നിങ്ങളുടെ ജാഗ്രത നല്ലത്. ദേശാഭിമാനി കുറേയും കൂടി മെച്ചപ്പെടണം, നല്ലപോലെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള മറ്റ് പത്രക്കാരുടെ, മനോരമയും മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരുടെ ജാഗ്രത ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങളുടെ പത്രമാണ് ദേശാഭിമാനി. കാരണം അതിന് മൂലധന ശക്തികളില്ല. അത് ജനങ്ങളുടെ പാർട്ടി പത്രമാണ്. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും, ഇനിയും ശ്രദ്ധിക്കും. നിങ്ങളുടെ നിർദ്ദേശവും വിമർശനവും എല്ലാം കൂടി ചേർത്ത് ദേശാഭിമാനിയെ കുറേയും കൂടി ശക്തിയായ രീതിയിൽ ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. എവിടെ? അല്ല, വാരാന്ത്യപതി മൊത്തം ചുമതല ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡിനാണ്. അതിലൊക്കെ വിഭജിച്ചു കൊടുത്ത പ്രവർത്തനം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല. അല്ലല്ല, KR രാജനൊന്നുമില്ല. അല്ല, KR രാജനാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയല്ല ഇവിടെ ചോദ്യം. ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിന്റെ എഡിറ്റോറിയൽ ബോർഡിനാണ്. ആ എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി സഖാക്കളുണ്ട്. അവരാരൊക്കെയാണ് അതിന്റെ ചുമതലക്കാർ എന്ന രീതിയിൽ നമ്മളിപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ല.